വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ചൂരൽമലയിൽ ശക്തമായ മഴ. ചൂരൽമലയിൽ കനത്ത മഴയിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട പശുവിനെ രക്ഷിച്ചു. സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ചാലിയാർ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മമായ പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. അത് സന്നദ്ധ സംഘടനകളുടെ ഒപ്പം അവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ, ചാലിയാർ നല്ല പരിചയമുള്ള നാട്ടുകാരുടെയൊക്കെ സഹായത്തിലാണ് ഇന്നും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടന്നത്. ഇന്ന് 3 മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ഇത് മനുഷ്യ ശരീരത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുക. 4 ഭാഗങ്ങളായി ചാലിയാറിനെ തിരിച്ചിട്ടുണ്ട്. വനമേഖല ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ NDRFും സേനയുടെയും അതോടൊപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. മറ്റിടങ്ങളിൽ കൂടുതൽ നാട്ടുകാരുടെ കൂടി സേവനം ലഭ്യമാക്കുന്നുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. 1055 പേർ ഇന്ന് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നതാണ് ഉപസമിതി വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ പുനരധിവാസം 5 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റിയിലുമായാണ് പുനരധിവാസം പരിഗണിക്കുന്നത്. ബന്ധുവീടുകളിലേക്ക് പോകുന്നവർക്കും സർക്കാർ നിശ്ചയിക്കുന്ന അതേ വാടക അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്നവരെന്ന അതേ പരിഗണന തന്നെ ഈ ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് കൂടി സർക്കാർ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപ്പെട്ട രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള അദാലത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 1638 പേർക്ക് ഇതിനകം രേഖകൾ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ചൂരൽമലയിലെല്ലാം ഏതാണ്ട് 3 മണിയോടെ തന്നെ തിരച്ചിൽ നിർത്തുന്ന സാഹചര്യമുണ്ടായി. കനത്ത മഴ, ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഈ മേഖലകളിലുണ്ടായി. ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട ഒരു പശുവിനെ NDRFിൻ്റെ സംഘം രക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ കന്നുകാലികൾക്കെല്ലാം തീറ്റ കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മനുഷ്യനുള്ള അതേ പരിഗണന ഇത്തരം ജീവികൾക്കും നൽകുമെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. നാളെയും ഈ കൂടുതൽ മൃതദേഹങ്ങളോ ഭാഗങ്ങളോ കണ്ടെത്തിയ ചാലിയാർ കേന്ദ്രീകരിച്ച് തന്നെയാണ് നാളെയും കൂടുതൽ പരിശോധന ഉണ്ടാവുക. തീർച്ചയായും സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.